അശ്വിൻ ഗോക്കാണോ തീരുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ വികാരം? ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നുകയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോക്കിന് പറയാൻ പറ്റും? അതിലും പൊട്ടിക്കറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണോ തീരുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ വികാരം? ആളെ തേച്ചൊട്ടിക്കായിരിക്കും അയാൾ, എന്നാലും പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോടെ നടക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക്. അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് ആരെങ്കിലും പറഞ്ഞു? ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനെയല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യനാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടിൽ ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ല, അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ ജമന്തി തോട്ടം അത് റിയൽ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു.